त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्याधरं त्वमेव त्वमेव सर्वं मम देव देव त्वमेव सर्वं मम देव देव त्वमेव सर्वं मम देव देव अम्मा भगवान अम्मा भगवान अम्मा भगवान देव अम्मा भगवान अम्मा भगवान अम्मा भगवान देव अम्मा भगवान നവരാത്രി ഹോമത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ബാലത്രിപുര സുന്ദരി ഹോമമാണ്. ಏನು ಹೇಳ್ತಾ ಇದ್ದಾರೆ ಹೋಮದ ನಡುವೆ ಕಾಣಿಸ್ ಇರ್ತಾರ ಅಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ ತಮಗೆ ವರ ಏನಾದ್ರೂ ಇರಲಿ ವರ ನೆರವೇರಬೇಕಂದ್ರೆ ಏನೋ ಒಂದು ಅಭ್ಯಾಸಗಳಿದ್ರೆ ವರ ನೆರವೇರಿರಲ್ಲ. ಸೊ ಅವ್ರು ಹೇಳ್ತಾ ಇದ್ದಾರೆ ಈ ಹೋಮಗಳು ಕಾಮಧೇನುವಿನ ಹಾಗೆ, ಸೊ ಕಲ್ಪವೃಕ್ಷದ ಹಾಗೆ. ಹೇಗೆ ಅಂದ್ರೆ ತಾವು ಅಂದ್ಕೊಂಡಿದ್ದು ಜೀವನದಲ್ಲಿ ನಡಿಬೇಕಂದ್ರೆ ಅಚೇತನವಾದ ಮನಸ್ಸಿನಲ್ಲಿ ಏನೇ ಅಡ್ಡಿಯಾತಂಕಗಳಿದ್ರು ಅದನ್ನ ದಾಟಿ ನಿಮಗೆ ನೆರವೇರಿಸಿಕೊಡ್ತಾರೆ ಶ್ರೀ ಪರಂಜ್ಯೋತಿ ದಂಪತಿಯವರು ಶ್ರೀ ಬಾಲತ್ರಿಪುರ ಸುಂದರಿ ದೇವಿಯ ರೂಪದಲ್ಲಿ ಪುನಃ. ಸೊ ಇದನ್ನ ಅವ್ರ ಜೀವನದಲ್ಲಿ ಅದು ಮಾತ್ರ ತಾನೇ ಇರುತ್ತೆ. ನನ್ನ ಜೀವನ ಇಷ್ಟೇ, ಏನ್ ಮಾಡಿದ್ರು ಇಷ್ಟೇ, ಈ ಸಮಸ್ಯೆ ಇದ್ದ ನನಗೆ ಬಿಟ್ಟು ಹೋಗಲ್ಲ, ಯಾರು ನನ್ನನ್ನು ಬದಲಾಯಿಸೋಕ್ಕಾಗಲ್ಲ, ನಾನು ಬದಲಾಯಿಸ್ಕೊಳಕ್ಕಾಗಲ್ಲ ಅನ್ನೋ ಫಿಲಾಸಫಿ ಅವ್ರ ಜೀವನದಲ್ಲಿ. ಇಲ್ಲಿ ಹೇಳ್ತಾರೆ ಕಲ್ಪವೃಕ್ಷ ಏನ್ ಬೇಕಾದ್ರೂ ನೆನ್ಕೊಟ್ಟು ನಿಮ್ಮ ಜೀವನದಲ್ಲೆಲ್ಲ ಸುಲಭವಾಗಿ ಆಗುತ್ತೆ ಅಂತ ಕೇಳಿದ್ರು. ನಂತರ ಅವರು ಹೋಮದಲ್ಲಿ ಭಾಗವಹಿಸ್ತಾ ಹೋದ್ರು. ಆ ನಂತರ ಎಷ್ಟೋ ರೀತಿಯಲ್ಲಿ ಅವ್ರ ಜೀವನದಲ್ಲಿ ಕಷ್ಟಗಳನ್ನೆಲ್ಲ ಅನುಭವಿಸಿದ್ದಾರೆ. ಪರಂಜ್ಯೋತಿ ಅವರು ಹೋಮದಲ್ಲಿ ಭಾಗವಹಿಸ್ತಾ ಸ್ವಲ್ಪ ದಿನಗಳು ತಗೊಳ್ಳಿತು. ಅವ್ರ ರಾಷ್ಟ್ರ ಏನಂದ್ರೆ ಆಲೋಚನೆ ಮಾಡುವಂಥ ವಿಧಾನ ಬದಲಾವಣೆ ಆಗಿದೆ, ಅಭಿಪ್ರಾಯಗಳ ಬದಲಾವಣೆ ಇದೆ, ಪಾಸಿಬಿಲಿಟೀಸ್ ನೋಡ್ತಾ ಇದ್ದಾರೆ. ಇಲ್ಲಿ ತನಕ ಅಸಾಧ್ಯಗಳೇ ಕಣ್ಣಿಗೆ ಇರ್ತಾ ಇತ್ತು. ಸಡನ್ ಆಗಿ ಇದು ಸಾಧ್ಯ ಆಗುತ್ತೆ ಅನ್ನೋ ರೀತಿಯಲ್ಲಿ ಅವ್ರು ಪ್ರಾರ್ಥನೆ ಮುಂದುವರಿತಾರೆ. ನಂತಿಗಳಿಗೂ ಅವ್ರ ಜೀವನದಲ್ಲಿ ಅಂತರಂಗದಲ್ಲಿ ಬದಲಾವಣೆ ಆಗೋ ರೀತಿಯಲ್ಲೇ ಸಾಧಾರಣ ಚಿಕ್ಕ ಮನೆಯಲ್ಲಿದ್ದು ಸಾಧಾರಣ ಉದ್ಯೋಗದಲ್ಲಿ ಇವತ್ತು ದಿವಸ ಅವರು ಬೇಕಿರವಾಗಿ 2 ಮನೆ ಮಾಡಿಕೊಂಡು ಅವ್ರ ಉದ್ಯೋಗನೇ ಬೇರೆ. ಅಲ್ಲಿಂದ ಅವರು ಬೇಕಿರಂತ ದೊಡ್ಡ ಕಾರ್ ತಗೊಂಡು ಎಷ್ಟು ಬ್ಯಾಂಕ್ ಬ್ಯಾಲೆನ್ಸ್ ಬೇಕು ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ಸುಧಾರಿಸ್ತಾ ಬಂದಿದ್ರು. ಅಷ್ಟೇ ಅಲ್ಲದೆ ಅವ್ರ ಪ್ರತಿಯೊಂದು ನೆರವೇರ ಬಂದ ಅವರು ಕಮ್ಮಿ ರೀತಿಯಲ್ಲಿ ಅವರು ഭാഗമായിട്ടുള്ള എല്ലാ ഭക്തർക്കും നമസ്തേ. ബാലത്രിപുര സുന്ദരി ദേവി എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് വേണ്ടുന്ന വരങ്ങൾ ലഭിക്കാൻ, നവഗ്രഹ ദോഷത്തിൽ നിന്ന് നമുക്ക് നിവാരണം, കാര്യസിദ്ധി അഥവാ ചെയ്യുന്ന സകല കാര്യങ്ങളിലും വിജയം, വംശാഭിവൃദ്ധി, ജനപ്രീതി ഇതെല്ലാം ഇന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ, പരാജയങ്ങൾ ആ രക്ഷ കൊണ്ട് ഇന്ന് നമുക്ക് കാര്യസിദ്ധി ഇന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നു. കാര്യസിദ്ധി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യമുള്ള വരങ്ങൾ ഇന്ന് അമ്മയുടെ നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചോദിച്ചാലും അത് സാധിച്ചു തരും. നമ്മളെല്ലാവർക്കും അറിയാം, നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ പ്രോഗ്രാമുകളാണ്. അതിലുള്ള നെഗറ്റീവ് പ്രോഗ്രാമുകൾ നമുക്കുള്ളിൽ നെഗറ്റീവായിരിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് കാര്യസിദ്ധി ലഭിക്കില്ല. മുന്നോട്ട് പോകാം. ഈ വ്യക്തി മിഡിൽ ക്ലാസ്സിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ കടം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ്. പക്ഷെ മനുഷ്യന് പറയുമ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങൾ കൂടുതൽ ഉണ്ടാകും. ഇവർക്കും നല്ല പേരും പ്രശസ്തിയും ഉയർന്ന പദവിയും നല്ല സ്വത്ത്, വസ്തു, വാഹനം എല്ലാം വാങ്ങുന്ന ആഗ്രഹം. പക്ഷെ അവരുടെ ശമ്പളം വെച്ചിട്ട് അതൊന്നും സാധിക്കില്ല. സോ അവർക്കുള്ളിലുള്ളത് നമ്മൾ മരിക്കുന്നവരെ ഇങ്ങനെ തന്നെ നമ്മൾ ജീവിച്ച് മരിക്കും എന്നായിരുന്നു. പക്ഷെ ഹോമ സ്ഥലത്ത് വരുമ്പോൾ ഹോമത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പറഞ്ഞു ഹോമമുണ്ട് കൽപ്പക വൃക്ഷമാണ്. കൽപ്പക വൃക്ഷത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും. സോ ഒരു കോഫി പൗഡർ വേണമെന്ന് വെച്ചാലും അത് കിട്ടും, കോഫി എസ്റ്റേറ്റ് വേണമെന്ന് ചോദിച്ചാലും അതും കിട്ടും. സോ നമ്മൾ എന്ത് വേണമെങ്കിലും ഇവിടെ ചോദിക്കാം എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ആ വ്യക്തിക്ക് അത് പുതിയതായിട്ട് തോന്നി. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടുമോ, എന്റെ ലൈഫ് മാറുമോ, ചോദിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ തുറന്ന് അവർ പറഞ്ഞു. എനിക്ക് വലിയ ബംഗ്ലാവ് വേണം, വലിയ ബിസിനസ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്, എനിക്ക് സ്ഥലം വേണം, അത് വേണം, ഇത് വേണം, എല്ലാം കിട്ടിയിട്ടുണ്ടാവോ ഇല്ലയോ? കിട്ടി. അവർ എല്ലാത്തിനും അവിടെ പ്രാർത്ഥിച്ചതിനനുസരിച്ച് അവരുടെ ജീവിതത്തിലവരുടെ കാഴ്ചപ്പാട് മാറി. അവർ കാണുന്ന വിഷയങ്ങളെല്ലാം വളരെ വിശാലമായിട്ട് കാണാൻ തുടങ്ങി. ലൈഫ് മാറി, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങി,
നല്ല ലക്ഷങ്ങൾ കോടികളായിട്ട് മാറി വലിയ വീട് വെച്ച് കുറേ ഏക്കർ കണക്കിൽ ലാൻഡ് വാങ്ങിച്ചു. അവരുടെ കമ്മ്യൂണിറ്റി VIP ആയി. പലർക്കും പലരും അറിയപ്പെടുന്ന വ്യക്തി റോൾ മോഡലായിട്ടും അമ്മ ഭഗവാൻ മാറ്റി. ഹോമത്തിൽ അത് സാധ്യമാണ്. ഇന്ന് നിങ്ങൾ ആ കാര്യങ്ങൾ ചോദിക്കാം. അതേപോലെ ദോഷങ്ങൾ. ഒരു ലേഡി അവരുടെ ഒറ്റ മകനാണ്, കറന്റ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് എപ്പോഴും ഷിപ്പിലാണ്. മോൾക്ക് എങ്ങനെയെങ്കിലും ജാതകം നോക്കാനായിട്ട് ചെന്നപ്പോൾ വൃത്തി കണ്ടുകൊണ്ട് ആ കുട്ടിക്ക് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മയായതുകൊണ്ട് മോൾ യാത്രയിലാണ്, എങ്ങനെയുണ്ടാവും ഓരോ നിമിഷവും അവർക്ക് പേടി. ആ ദോഷങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് അവർ ഹോമത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ആ സമയത്ത് അമ്മയുടെ ദർശനം ഉണ്ടായിരുന്നു. അമ്മയുടെ ദർശനത്തിൽ ചെന്നപ്പോൾ അമ്മ കുട്ടിയുടെ മുഖം നോക്കിയിട്ട് അത് ജസ്റ്റ് ഫോട്ടോയിൽ കൈവച്ചു. അത്രയേ ഉള്ളൂ. അവര് അത് അത്രയും കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. ജോലിസിനെടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആക്ച്വലി നിങ്ങൾക്കാണ് ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു, ആ ദോഷത്തിൽ നിങ്ങൾ മരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ജാതകത്തിൽ നോക്കിയപ്പോൾ ആ ദോഷമേ ഇല്ല, എല്ലാം അപ്രത്യക്ഷമായി, എല്ലാം ക്ലിയർ ആയിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ശരിക്കും നമ്മൾ ഹോമത്തിൽ പങ്കെടുക്കുമ്പോൾ സാക്ഷാൽ ഭഗവാൻ തലവര മാറ്റി. നമ്മൾ ഇപ്പോൾ ഹോമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമുക്ക് വരവേൽക്കാനും കാര്യസിദ്ധി ലഭിക്കാനും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കഴിഞ്ഞ് നമസ്കാരം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ಕಂಕಣಧಾರಣೆ ಮಾಡ್ತೀರಾ, ಹಣೆಗೆ ಕುಂಕುಮ ಇಟ್ಕೊಂತೀರಾ, ಎಲ್ಲರೂ ಕಂಕಣವನ್ನು ಕಟ್ಕೊಂತೀರಾ. ಈಗ ಸರಿ ಆಚರಣೆ ಮಾಡ್ತೀರಾ. 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿದು 4ನೇ ಸಾರಿ ಕೈಗಳನ್ನು ತೊಳ್ಕೊಳ್ತೀರಾ. ಆಚಮನ 3 ತವಣ വെള്ളം കുടിച്ച് പിന്നെ കൈ കഴുകുന്ന ആളാണ്. ഓം കേശവായ സ്വാഹ, ഓം നാരായണായ സ്വാഹ, ഓം മാധവായ സ്വാഹ, ഓം ഗോവിന്ദായ നമോ, വിഷ്ണുവേ നമോ, മധുസൂദനായ നമോ, ഓം ത്രിവിക്രമായ നമോ, വാമനായ നമോ, ശ്രീധരായ നമോ, ഓം ഋഷികേശായ നമോ, പത്മനാഭായ നമോ, ദാമോദരായ നമോ, ഓം സംകർഷണായ നമോ, വാസുദേവായ നമോ, പ്രദ്യുമ്നായ നമോ, ഓം അനിരുദ്ധായ നമോ, പുരുഷോത്തമായ നമോ, അദോക്ഷനായ നമോ, ഓം നാരസിംഹായ നമോ, അച്യുതായ നമോ, ജനാർദ്ദനായ നമോ, ഓം ഉപേന്ദ്രായ നമോ, ഹരയേ നമോ, ശ്രീകൃഷ്ണായ നമോ, ഓം ശ്രീ ഭഗവതേ നമഃ. ಈಗ ಸ್ವಲ್ಪ ಕೈಗಳಲ್ಲಿ ನೀರನ್ನು ತಗೊಳ್ತೀರಾ. ಮಂತ್ರೋಪಚಾರಣೆ ಸಮಯದಲ್ಲಿ ನಿಮ್ಮ ಸುತ್ತಲೂ ಕೂಡ ಪ್ರೋಕ್ಷಣೆ ಮಾಡ್ಕೊಳ್ತೀರಾ. ശുദ്ധീകരണം, സ്ഥല ശുദ്ധി ഇರುತ್ತೆ. സ്ഥലശുദ്ധിയാണ്. ഈ സമയത്ത് കുറച്ച് വലത്തെ കൈ വെള്ളമെടുത്ത് മന്ത്രോപചരണ സമയത്ത് നിങ്ങളുടെ തലയിൽ ചുറ്റും അകത്തും പുറത്തുമുള്ള ദുഷ്ടത്തിൽ നിങ്ങളെ വിട്ട് നീങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. ഓം
ಮಂತ್ರೋಪಚಾರಣೆ ಆಗಬೇಕಾದ್ರೆ ರಹಸ್ಯ. ಇಪ್ಪ ಈ ಸಮಯಕ್ಕೆ ಪವಿತ್ರ ಮೆಡಿಸಿನ್ ಒಟ್ಟಿಗೆ ಓದಲಿದೆ. ಓಂ ಹೃದಯ ಸಾಮವ್ಯ ನಮಸೋ ಸದ್ಯ ಮಿತ್ರದೇವ ಮಿತ್ರದೇವ ನಮೋ ಆರಾಧ ನಕ್ಷ ವರ್ಧಯತ ಶರಜ್ಜೀವ ಶರದ ಸವಿರಾಮ ಪವಿತ್ರ ರುದ್ರ ನಮ ಸದಸೆ ನಮ ಸದಸವೇ ನಮ ಸಖೀನಾಂತರೋ ಗಣನಾಂತೆ ಶುಭೆ ನಮೋ ದಿವೆ ನಮ ಪೃಥಿವ್ಯೆ ಆಶೇಷೇ ಪರಿಷತ್ ಭಗವತ್ಪಾದ ಮೂಲೆ ಮಾಯಾ ಸಮರ್ಪಿತ ವಿದ್ವಾಂಸ ವರ್ಣ್ಯನ್ಯ ತೇಜೆ ದಕ್ಷಿಣಾಮ್ಯ ದಕ್ಷಿಣಾಮ್ಯ ಸ್ವೀಕೃತ್ಯ ವಿನಮ್ರಗಮನದು ಯೋಗ್ಯತಾ ಸಿದ್ಧಿ ಮನುಗ್ರಹಾನ. ಈಗ ಮಹಾಸಂಕಲ್ಪದ ಸಮಯ. ಸ್ವಲ್ಪ ಹೂವು ಅಕ್ಷತೆಯನ್ನು ಕೈಗಳಲ್ಲಿ ಇಟ್ಕೊಳ್ತೀರ. ಈ ಮಹಾಪ್ರಸುಂದರಿ ದೇವಿ ನಾವೆಲ್ಲ ಈಗ ಆರತಿ ಶಿರಸ್ಸಿನ ಮೇಲೆ ಕೈ ಇಟ್ಕೊಂಡು ಆರತಿಯಲ್ಲಿ ಭಾಗವಹಿಸಿದ. ಓಂ ಶ್ರೀ
श्रीमहागणपतये नमः। नमस्कारं समर्पयामि। प्रसादशिक्षागृह्णामि। ಈಗ ನಾವು ಕಳಶ ಪೂಜೆಯನ್ನು ಮಾಡಿದ್ದೀವಿ. ಈ ಸಮಯದಲ್ಲಿ ನಾವು ಕಳಶದಲ್ಲಿ ಬಾಲತ್ರಿಪುರ ಸುಂದರಿ ದೇವಿಯನ್ನ, ಪರಂಜ್ಯೋತಿಯನ್ನ ಮತ್ತು ಎಲ್ಲ ದೇವಿ ದೇವತೆಗಳನ್ನ ಮತ್ತು ಅಷ್ಟದಿಕ್ಪಾಲಕರನ್ನ, ನವಗ್ರಹಗಳನ್ನ ಇವರೆಲ್ಲರನ್ನ ಆವಾಹನೆ ಮಾಡ್ತಿದ್ದೀವಿ. ಸೊ ಈಗ ಬಾಲತ್ರಿಪುರ ಸುಂದರಿ ದೇವಿ ನಿಮಗೆ ಆ ದರ್ಶನ ಕೊಡ್ತಾರೆ. ಸೊ ಎಲ್ಲರೂ ಕೂಡ ಪ್ರಾರ್ಥನೆ ರೀತಿಯಿಂದ ಆವಾಹನೆ ಮಾಡೋಣ. இப்போ கலச பூஜை செய்யும் போது ഈ സമയത്ത് കലശത്തിൽ ശ്രീ പരജ്യോതി, ബാലത്രിപുര സുന്ദരി ദേവി, നവഗ്രഹങ്ങൾ, അഷ്ടദിക്പാലകർ, 30 കോടി ദേവന്മാർ എല്ലാവരും ഇവിടെ വന്ന് നമ്മൾ അനുഗ്രഹിക്കാൻ പോകുന്നു. ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ വളരെ പവിത്രമായിട്ട് പൂജ ചെയ്യും. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ ദേവിമാരുടെ ദിവ്യ ദർശനവും കിട്ടും. സോ എല്ലാവർക്കും നമസ്കാര മുദ്രയിൽ വെച്ച് വളരെ പവിത്രമായിട്ട് ഈ പൂജയിൽ പങ്കെടുക്കുന്നു.
ಹೂವು ಅಕ್ಷತೆಯನ್ನು ನಿಮ್ಮ ಆಪೋಸಿಟ್ ಮೆಟ್ಲಲ್ಲಿ ಯಾರು ಶ್ರೀಮೂರ್ತಿಯನ್ನು ಫೇಸ್ ಮಾಡಿ ಕೂತಿದೆಯೋ ಅಲ್ಲಿ ನೀವು ಆಪೋಸಿಟ್ ಮೆಟ್ಲಲ್ಲಿ ಹೂವು ಅಕ್ಷತೆಯನ್ನು ಹಾಕಿ, ಸ್ವಾಮಿ ನೀರು അക്ഷതയെന്ന് ಹಾಕി. അമ്മകൾ നോക്കിയിരിക്കുന്നവർ കുറച്ച് വെള്ളവും അക്ഷതയും എടുത്ത് ഹോമകുണ്ടത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ നടുക്കതിലേക്ക് എല്ലായിടത്തില് ഇത് വെള്ളം പിടിച്ചെണ്ണ. ಈಗ ನಾವು ಯಾವ ಕ್ರಿಯೆಯನ್ನು ಮಾಡ್ತಿದ್ದೀವೋ ಅದನ್ನು ನೋಡಿ ನೀವು ಕೂಡ ಅದೇ ಕ್ರಿಯೆಯನ್ನು ಮಾಡ್ತಿದ್ದೀರಾ. ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ ചെയ്യുക അതുപോലെ നിങ്ങൾ അഗ്നിയെ നോക്കി ചെയ്യുക. ಈಗ ಸ್ವಲ್ಪ ಅಕ್ಷತೆಯನ್ನು ನೀರನ್ನು ತಗೊಂಡು 4 ಸೈಡಲ್ಲಿ ನೀರನ್ನು ತೋರಿಸಿ. ಜೈ ಬೋಲನಾಥ ಶ್ರೀ ಅಮ್ಮ ಭಗವಾನಕ್ಕೆ ಈಗ ನಾವು ಪ್ರಾರ್ಥನೆಯ ಸಮಯ ಮಾಡೋಣ. ಈ ಸಮಯದಲ್ಲಿ ನಾವು ಕಾರ್ಯಸಿದ್ಧಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿಲ್ಲ. ಈಗ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಯಾವುದಕ್ಕಾಗಿ ನಿಮಗೆ ಬೇಕಂತಿದೆಯೋ, ಏನು ಕಾರ್ಯ ನೀವು ಆಗಬೇಕಂತಿದೋ, ಏನು ಬರಬೇಕೋ ಅದನ್ನು ಸ್ಪಷ್ಟವಾಗಿ ನೀವು ಪಾಸಿಟಿವ್ ಇಮೇಜ್ ಮೂಲಕ ನಿಮ್ಮ ಕಣ್ಣಿಗೆ ಚಿತ್ರೀಕರಣ ಮಾಡಿಕೊಂಡು ಹೀಗೆ ಪವಾಡದ ಕ್ಷೇತ್ರಕ್ಕೆ ನೀವು ಹೋಗ್ತೀರಾ. ಪವಾಡ ಕೇಳಿದಾಗ ಸಂಗೀತ ಗಾಡಿಗೆ ಹೇಳಿ ಅಹಮದ್ನಗರಲ್ಲಿ ಒಬ್ಬ ಭಕ್ತರಿದ್ದಾರೆ. ಇವರು ಅವರ ಮಗನಿಗೆ MPSC ಎಕ್ಸಾಮ್, ಫಾರೆಸ್ಟ್ ಎಕ್ಸಾಮು ಅವರು ಬರೀಬೇಕಂತ ಕಾಯ್ತಾ ಇದ್ದಾರೆ. ಆದರೆ ಅವರಿಗೆ ಅದಕ್ಕೆ ಪಾಸ್ ಆಗ್ತಾರಾ, ಸಿಗುತ್ತಾ ಜಾಬ್ ಅಂತ ಹೇಳಿ ತುಂಬ ಒಂದು ಡೌಟಲ್ಲಿ. ಸೊ ನವರಾತ್ರಿ ಹೋಮಕ್ಕೆ ಬಂದು ಕಾರ್ಯಸಿದ್ಧಿಗಾಗಿ ಪ್ರಾರ್ಥನೆಗೆ ಬಂದಿದ್ದರು. ಬಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಂಡು ಹೋದ ನಂತರ ಅವರ ಮಗನಿಗೆ ತುಂಬ ಒಳ್ಳೆಯ ಒಂದು ರಿಸಲ್ಟ್ ಬಂದು ಅವ್ರಿಗೆ ಗೌರ್ಮೆಂಟ್ ಜಾಬ್ ಬಂದು ರೇಂಜ್ ಫಾರೆಸ್ಟ್ ಆಫೀಸರ್ ಆಗಿ ಅವರು ಪ್ರಮೋಟ್ ಆಗಿದ್ರು. ಸೊ ಅದು ದೊಡ್ಡ ಒಂದು ಮಿರಾಕಲ್ ಆಯಿತು. ಸೊ ಅದು ಮಾತ್ರ ಆಗಲಿಲ್ಲ, ಸಂಗೀತಜಿಗೆ ಅವರ ಹಸ್ಬೆಂಡ್ಗೆ ಕೂಡ ಒಂದು ಮಿರಾಕಲ್ ಆಯಿತು. ಅವರ ಹಸ್ಬೆಂಡ್ ಬಂದು ಒಂದು ಸಿವಿಲ್ ಕಾಂಟ್ರಾಕ್ಟರ್ ಆಗಿ ಇದ್ರು, ಇಂಜಿನಿಯರಿಂಗ್ ಕೆಲಸನೂ ಮಾಡಿದ್ರು ಫ್ಯಾಕ್ಟ್ರಿಯಲ್ಲಿ. ಆದರೆ ಯಾವ ಕಾಂಟ್ರಾಕ್ಟ್ಸ್ ಕೂಡ ಮಾಡ್ತಿದ್ರು ಕೂಡ ಹಣ ಬರ್ತಾ ಇರಲಿಲ್ಲ. ಸೊ ಅದರಲ್ಲಿ ಒಂದು ಇರ್ರೆಗ್ಯುಲರ್ ಆಗಿತ್ತು, ಯಾವ ಒಂದು ಪ್ರಮೋಷನು ಹಣದಲ್ಲಿ ಒಂದು ಸ್ಥಿರತ್ವ ಇರಲಿಲ್ಲ. ಇಲ್ಲಿ ಬಂದು ಸಂಗೀತಜಿ ಅವರ ಮಗನಿಗೆ ಮತ್ತು ಅವರ ಗಂಡನಿಗೆ ಇಬ್ಬರು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡು ಹೋದ್ರು. ಆ ಕಾರ್ಯಸಿದ್ಧಿ ಹೇಗೆ ಬ್ರೇಕ್ ಬಂತಂದ್ರೆ ಅವರ ಗಂಡನಿಗೆ ಕೂಡ ಫಿನಾನ್ಷಿಯಲ್ ಆಗಿ ಸೂಪರ್ ಬ್ರೇಕ್ ಬಂದ್ಬಿಟ್ಟು MPSC ಎಕ್ಸಾಮ್ ಬರೆದ್ರು. ಅವರಿಗೆ ಕೂಡ ಒಳ್ಳೆಯ ಒಂದು ಕ್ಲಿಯರ್ ಆಗೋಯ್ತು. ಸಿಟಿ ಸರ್ವೆ ಆಫೀಸರ್ ಆಗ್ಬಿಟ್ರು. ಇವತ್ತು ಮಂತ್ಲಿ ಇನ್ಕಮ್ ಅವರಿಗೆ ಹೇಗಾಗ್ಬಿಟ್ಟು ಅಂದರೆ 4 ಪಟ್ಟು ಅವರಿಗೆ ಜಾಸ್ತಿ ಆಗೋಯ್ತು. ಸೊ ಇವತ್ತು ಹೋಮದಲ್ಲಿ ನೀವು ಹೇಳಿದಾಗ ಐಶ್ವರ್ಯದ ಸುರಿಮಳೆ ಬರುತ್ತೆ, ನೀವು ಅನ್ಕೊಂಡಿದ್ದ ಕಾರ್ಯ ಸಿದ್ಧಿ ಆಗೇ ಆಗುತ್ತೆ. ಸೊ ಈ ಪವಾಡ ಕೇಳಿದ್ದೀರಲ್ಲ, ಇದೇ ಥರ ಈ ಪವಾಡ ಆಗಬೇಕಂತ ಹೇಳಿ ಈಗ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ. ಈ ಸಮಯದಲ್ಲಿ ಸ್ವಾಹ ಅಂತ ಹೇಳಬೇಕಾದ್ರೆ ಸ್ವಲ್ಪ ಭತ್ತವನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇರ್ತೀರಾ. പ്രാർത്ഥനാ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വരങ്ങൾ വേണോ ആ വരങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നല്ല വികാരത്തോടു കൂടി അഭാവത്തോടു കൂടി ഈ സമയത്ത് ആ ഭംഗത്തോട് പരംജ്യോതി ഭഗവതിയുടെ നിങ്ങൾ ചോദിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ വരങ്ങൾ ചെറുതാകാം വലുതാകാം, സാധ്യതയില്ലാത്ത കാര്യങ്ങളാകാം, എന്തായാലും ഇപ്പോൾ ആ ദേവി നിങ്ങൾക്ക് സാധിച്ചു തരാറുള്ളത്. ഒരു ചെറിയ അത്ഭുതം പറയാം. ഈ യുവതിയുടെ പേര് സംഗീതാജിയാണ്. ഇവരുടെ മക്കൾ MPSC എക്സാം എഴുതിയിട്ട് അവർക്ക് ലിസ്റ്റിൽ അവരുടെ പേര് വന്നു, പക്ഷെ അവർക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഹോമത്തിൽ പങ്കെടുത്ത് ആ കുട്ടിക്ക് അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഹോമം കഴിഞ്ഞിട്ട് ചെന്ന ഉടനെ തന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ട് ആ കുട്ടിക്ക് ആ പോസ്റ്റ് ഉടനെ കിട്ടി. നല്ല ഒരു ശമ്പളത്തോടെ അവർക്ക് കിട്ടി. അത് മാത്രമല്ലാന്ന് പറഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡ് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം സിവിൽ എഞ്ചിനീയറാണ്. എന്നാലും കോൺട്രാക്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പേയ്മെന്റ് അവർക്ക് കറക്റ്റ് സമയത്ത് വന്നിട്ടില്ല. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ഉണ്ടാകും എന്നവർ പ്രാർത്ഥിച്ചതിനനുസരിച്ച് അവരൊന്ന് ചെന്ന ഉടനെ അവരുടെ അച്ഛൻ, അതായത് ഹസ്ബൻഡ് പ്രായം കൂടിയാൽ പോലും അവർ എന്ത് ചെയ്ത് MPSC എക്സാം എഴുതിയ ഉടനെ അവർക്കും ലിസ്റ്റിൽ പേര് വന്നു. അവർക്ക് സർവൈ കോൺട്രാക്ടറായിട്ട് അവർക്ക് ഉടനെ ഒരു പോസ്റ്റിംഗ് കിട്ടി. നേരത്തെ അവർക്ക് വന്ന പൈസയേക്കാൾ 4 മടങ്ങ് അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടായി. ആ ഒരു നന്ദിയും തുടർച്ചയായിട്ട് നവരാത്രി ഹോമം പങ്കെടുത്തപ്പോൾ ഇപ്പോൾ 8 മടങ്ങായിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വന്ന് അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷമായിരിക്കുന്നു. സോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ബ്രേക്കും വരുന്ന
ഈ സമയത്ത് എല്ലാവരും വ്യക്തമായിട്ട് പ്രാർത്ഥന ചെയ്യുക. സ്വാഗതം പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നെല്ല് കൊടുത്തിട്ടുണ്ടാകും, അത് നിങ്ങൾ സമർപ്പിക്കുക. ಹೋಮದ ವಿಜಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? ಈಗ ಜಯಾತಿ ಹೋಮ ಇದೆ. ഹോമത്തിന്റെ വിജയത്തിന് വേണ്ടി ഇപ്പൊ ജയാതി ഹോമം ചെയ്യാം. स्वाहा
Devo